അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, കേരള യൂത്ത് കോൺഫറൻസിൻ്റെ വെന്യൂവിൽ അതിൻ്റെ പ്രിപ്പറേഷനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാൻഡ്സ്കേപ്പിങ്ങും അനുബന്ധ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഷറഫുഖി ഡോക്ടർ നസീഫൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലൈവിൽ വന്നത് കുറേ ദിവസങ്ങളായി വലിയ പ്രയത്നമാണ് അൽഹംദുലില്ലാഹ് നടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും നമ്മളൊക്കെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറേ ആളുകൾ വലിയ കഠിനാധ്വാനം നടത്തുന്നുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ളത് പ്രധാനമാണ്. നമ്മുടെ പ്രദേശങ്ങളിൽ നിന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിക്കേണ്ടവരെ എത്തിക്കാനുള്ള പരിശ്രമങ്ങൾ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സമ്മേളന നഗരി ഏറ്റവും ശാസ്ത്രീയമായി, ഏറ്റവും വ്യവസ്ഥാപിതമായി ക്രമീകരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ എഞ്ചിനീയറിംഗ് ടീം അതിൻ്റെ കറക്റ്റ് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ഏതെല്ലാം കാര്യങ്ങൾ എവിടെ വേണം, പവലിയൻ എവിടെ വേണം, ഫുഡ് കോർട്ട് എവിടെ വേണം, കുട്ടികൾക്കുള്ള ചെറിയ കുട്ടികൾക്കുള്ള സ്ത്രീകളുടെ കൂടെ വരുന്ന ചെറിയ കുട്ടികൾക്കുള്ള ഫീഡിങ് ഏരിയ എവിടെ ആവണം, ഇങ്ങനെയെല്ലാം ഒരു പരമാവധി പ്ലാൻ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഒരു വലിയ ഇവൻറ്റിൻ്റെ മുമ്പിലെ അൺഎക്സ്പെക്റ്റഡ് കാഷ്വാലിറ്റീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ലിസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൂർത്തീകരണം എന്ന് പറയുന്നത് നമുക്ക് തീർച്ചയായും പറയാൻ പറ്റും, അത് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ്, പടച്ച റബ്ബിൽ നിന്ന് കിട്ടേണ്ട തൗഫീഖാണ്. അപ്പോൾ അത് മനസ്സിരുത്തി എല്ലാവരും ആത്മാർത്ഥമായി ഇടപെടേണ്ട ഒരു ഘട്ടമാണിത്. അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. യഥാർത്ഥത്തിൽ എന്തിനീ കോൺഫറൻസ് എന്ന് ചോദിച്ചാൽ ഇതൊരു ദിവസത്തെ ഒരു ഒത്തുകൂടലല്ല, മറിച്ച് തന്നെ ഒറ്റ എക്സാമ്പിൾ മാത്രമേ ഈ സമയത്ത് നിങ്ങളോട് പറയാം. 400-ലധികം പുതിയ സ്ഥലങ്ങളിൽ ഈ ഒരു സന്ദേശം ആദ്യമായി കേരളത്തെ കേൾപ്പിക്കുന്ന, അല്ലെങ്കിൽ ആ പ്രദേശത്തെ കേൾപ്പിക്കുന്ന തസ്ഫിയ പ്രോഗ്രാമുകൾ നടന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിൽ നമുക്കവിടെ വെന്യൂ അനുവദിച്ചത്, നമ്മുടെ പ്രവർത്തകരില്ലാത്ത സ്പേസുകളിൽ വെന്യൂ അനുവദിച്ചത് ആ നാട്ടുകാരാണ്. യൂട്യൂബ് വഴിയും പീസ് റേഡിയോ വഴിയൊക്കെ നമ്മളെ കേട്ട, ഈ സന്ദേശം ഈ നാട് കേൾക്കേണ്ടതാണെന്ന് ബോധ്യമുള്ള മനുഷ്യരാണ്. സ്വാഭാവികമായിട്ടും അത്തരം ഇടങ്ങളിൽ ഈ ഒരു ആശയ സന്ദേശ പ്രചാരണത്തിൻ്റെ വരും ദിനങ്ങൾ ഉണ്ടാവണം. അതിനാണ് ഈ കോൺഫറൻസ്. അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാം, നമ്മൾ പലപ്പോഴും ലഹരിയുടെ പേരിൽ, നമ്മുടെ കുട്ടികൾ ലഹരിയിൽ എത്തിപ്പെടുന്നതിൻ്റെ പേരിൽ, അവിഹിത ബന്ധങ്ങളുടെ പേരിൽ, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങളിൽ കുട്ടികൾ അനുസരണക്കേടിലേക്ക് പോകുന്നതിൻ്റെ പേരിലൊക്കെ ഏറെ വിഷമിക്കുന്നൊരു സാമൂഹ്യ സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്. ഇത്തരമൊരു സാമൂഹ്യ സാഹചര്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ജനകീയ വിചാരണകൾ വഴി, ഫാമിലി കോൺഫറൻസുകൾ വഴി, നമ്മളുടെ ടേബിൾ ടോക്കുകൾ വഴി. അതിനെതിരെയുള്ള മലയാളികൾക്ക് മുന്നിലെ ഒരു ആശയ സമര പ്രഖ്യാപനം തന്നെയാണ്. അവസാനത്തെ നിമിഷം വരെയും, ചങ്കില ചോര പൊടിഞ്ഞ് മരിച്ചു വീഴും വരെയും ഇതിനെതിരിൽ ശക്തമായി സംസാരിക്കുന്നുള്ളൊരു ഉച്ചൈസ്തരം യുവാക്കളെയും യുവതികളെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഈ വെന്യൂവിൽ നിന്ന് ഇൻഷാ അല്ലാഹ് 10-11 തീയതികളിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് വിചാരിക്കുന്നത്. 10-ാം തീയതി വളരെ ശക്തവും സമർത്ഥവുമായൊരു പ്രോഗ്രാം നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. 11-ാം തീയതി വളരെ സമഗ്രമായൊരു പ്രോഗ്രാം നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ശാസ്ത്രീയമായി, വ്യവസ്ഥാപിതമായി, മടുപ്പില്ലാതെ വളരെ കൃത്യമായി യുവസമൂഹത്തിന്, യുവതികൾക്ക്, യുവാക്കൾക്ക് അത് കൈമാറാൻ കഴിയുന്നുള്ള വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമുണ്ട്. ഏറ്റവും മൈക്രോ ലെവൽ ആസൂത്രണങ്ങളാണ് നിർവഹിക്കാൻ ശ്രമിക്കുന്നത്. എല്ലാ പരിപാടിയിലും നമ്മളത് ചെയ്തിട്ടുണ്ട്. ഈ പരിപാടിയിൽ അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സന്തോഷം, എല്ലാ ഏരിയയിലും കംപ്ലീറ്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ പ്രവർത്തകരാണെന്നുള്ളതാണ്. ഇതിൻ്റെ 90% സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കൊക്കെ ഒരുപാട് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് വെട്ടിച്ചുരുക്കാനൊക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. 100 കണക്കിന് പരിപാടികൾ പ്രാദേശിക തലങ്ങളിൽ നടന്നതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഈ സംവിധാനത്തെയും ഈ സംഗതിയെയും സ്നേഹിക്കുന്ന, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ നിരീക്ഷിക്കുന്ന, പീസ് റേഡിയോയിലൂടെ ഞങ്ങളെ കേൾക്കുന്ന ആളുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ ഒരു ചെറിയ ഓഹരി. കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, ക്യാഷ് കൊടുക്കാൻ കഴിയാത്ത ആരുമില്ല, കാരണം 1 രൂപയും ഒരു സംഖ്യയാണ് എന്നുള്ളതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്താണോ കഴിയുന്നത് അത് ഈ ഒരു എൻ്റെ വീഡിയോക്ക് താഴെയുള്ള ലിങ്കിൽ നിങ്ങൾ അതിൻ്റെ പിന്നെ ക്യു ആർ കോഡ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ബാങ്ക് ഡീറ്റെയിൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാഷ് അയക്കാൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ നമ്മൾ നൽകുന്നുണ്ട്. ഈ ഒരു സംവിധാനവുമായി സഹകരിക്കാൻ ശ്രമിക്കുക.
പരമാവധി എല്ലാവരും ഇവിടെ എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. ഡോക്ടർ നസീഫിൻ്റെ കൂടെ ഉണ്ട്, അതുപോലെ തന്നെ ഷർഫുക്കാണ് ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പ്രാദേശികമായ ഒരാളാണ്. സനാബുള്ള അടക്കമുള്ള ആളുകൾ നമ്മുടെ മീഡിയ ടീമുമായി ബന്ധപ്പെട്ട മീഡിയ സ്കൂൾ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഹോംവർക്കിലാണ്. ഒരുപാട് സുഹൃത്തുക്കൾ ഇത്തരം കാര്യങ്ങളിൽ തുടർച്ചയായ മണിക്കൂറുകളിൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രാർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. قد كنت من ريب دهر جازعا فرقان فلم أوقع الذي قد كنت أجزعه بالله يا منزل العيش الذي درست آثره وعفات مذ بنت أربعه